സഹിഷ്ണുതയുടെയും സാഹോദര്യത്തിന്റെയും സന്ദേശവുമായി ചരിത്ര സന്ദർശനമെന്ന വിശേഷിപ്പിക്കപ്പെടുന്ന യാത്രയ്ക്ക് തുടക്കമിട്ടുകൊണ്ട് ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ പോപ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പ യുഎഇയിലെത്തി. അബുദാബി കിരീടാവകാശി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാന്റെ ക്ഷണപ്രകാരം ആഗോള മാനവ സാഹോദര്യ സംഗമത്തിൽ പങ്കെടുക്കാനാണ് കത്തോലിക്ക സഭ പരമാധ്യക്ഷൻ ഫ്രാൻസിസ് മാർപ്പാപ്പ യുഎഇയിലെത്തിയിരിക്കുന്നത്. വലിയ ആകാംക്ഷയോടെ കാത്തിരുന്ന മുഹൂർത്തം എത്തിയതിൽ യുഎഇ രാജകുടുംബവും അറബ് ലോകത്തെ മതപണ്ഡിതരും വിവിധ മതസ്ഥരായ മലയാളികൾ ഉൾപ്പെടെയുള്ള ലക്ഷക്കണക്കിന് വിശ്വാസികളും അതീവ സന്തോഷത്തിലാണെന്ന് യുഎഇ സഹിഷ്ണുതാ മന്ത്രി ഷെയ്ഖ് നഹ്യാൻ മുഹാറഖ് അൽ നഹ്യാൻ മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രാദേശിക സമയം രാത്രി 10-ന് അബുദാബി പ്രസിഡൻഷ്യൽ വിമാനത്താവളത്തിൽ കിരീടാവകാശി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ വിമാനത്താവളത്തിൽ നേരിട്ടെത്തിയാണ് മാർപ്പാപ്പയ്ക്ക് രാജകീയ വരവേൽപ്പ് നൽകി സ്വീകരിച്ചത്. വിമാനത്താവളത്തിന് പുറമെ യാത്രാമധ്യയിലും ഊഷ്മള സ്വീകരണമാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. ക്ഷണം സ്വീകരിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ അബുദാബിയിലെത്തിയത് യുഎഇക്ക് ലഭിച്ച വലിയ ആദരവായാണ് കാണുന്നത്. അറബ് മേഖലയിൽ മാർപ്പാപ്പയെ ആദ്യം സ്വീകരിക്കാനായതിലും യുഎഇ അത്യധികം ആഹ്ലാദത്തിലാണ്. അൽ മുഷ്റഫ് കൊട്ടാരത്തിലാണ് മാർപ്പാപ്പയുടെ താമസം. ഇന്നുച്ചയ്ക്ക് 12 മണിക്ക് പ്രസിഡൻഷ്യൽ പാലസിലെ സ്വീകരണമാണ് ആദ്യ പരിപാടി. തുടർന്ന് അബുദാബി കിരീടാവകാശി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തും. വത്തിക്കാനിലെയും യുഎഇയിലെയും ഉന്നതതല ഉദ്യോഗസ്ഥർ ചർച്ചയിൽ പങ്കെടുക്കും. വൈകിട്ട് ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മോസ്കിൽ മുസ്ലിം കൗൺസിൽ അംഗങ്ങളുമായും കൂടിക്കാഴ്ചയുണ്ടാകും. തുടർന്ന് 6:10-നാണ് മറീനയിലെ ഫൗണ്ടേഴ്സ് മെമ്മോറിയലിൽ ഇന്റർ റിലീജിയസ് സമ്മേളനത്തിൽ പങ്കെടുക്കുക. ആഗോള സമാധാനത്തിനായി കൈകോർക്കേണ്ടതിന്റെയും സഹിഷ്ണുത ഊട്ടിയുറപ്പിക്കേണ്ടതിന്റെയും ആവശ്യകതയെക്കുറിച്ചും അദ്ദേഹം പ്രസംഗിക്കും. യോഗത്തിൽ കേരളത്തിൽ നിന്ന് മലങ്കര കത്തോലിക്ക സഭ അധ്യക്ഷൻ കർദിനാൾ മാർ ബസേലിയോസ് ക്ലീമീസ് കത്തോലിക്ക ബാബ, അഖിലേന്ത്യാ സുന്നി ജമാഅത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം എ.ബി. അബൂബക്കർ മുസലിയാർ തുടങ്ങിയവർ പങ്കെടുക്കും. മതസൗഹാർദ്ദ സന്ദേശവുമായി മാർപ്പാപ്പ വൈകിട്ട് ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മസ്ജിദിലെത്തും. നാളെ രാവിലെയാണ് അബുദാബി സെന്റ് ജോസഫ് കത്തീഡ്രൽ സന്ദർശനം. ഇവിടെ അവശത അനുഭവിക്കുന്ന 300ഓളം രോഗികൾക്കായി പ്രത്യേക പ്രാർത്ഥന നടത്തും. തുടർന്ന് സായിദ് സ്പോർട്സ് സിറ്റിയിൽ കുർബാന അർപ്പിക്കും. ലോകത്തിന്റെ വിവിധ മേഖലയിൽ നിന്നെത്തുന്ന 1,35,000 വിശ്വാസികളെ പോപ്പ് ആശീർവദിക്കും. 2019 യുഎഇ ഭരണാധികാരി ഷെയ്ഖ് ഖലീഫ ബിൻ സയ്യിദ് അൽ നഹ്യാൻ സഹിഷ്ണുതാ വർഷമായി പ്രഖ്യാപിച്ചതിന്റെ പൂർത്തീകരണം കൂടിയായാണ് മാർപ്പാപ്പയുടെ വരവിനെ യുഎഇ കാണുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.